ഭാരതത്തിന്റെ ഐക്യം അഖണ്ഡത എന്നതിനോടൊപ്പം തന്നെ വളരെ നിരുത്തരവാദപരവും വംശീയവുമായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന നിലയ്ക്ക് അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ ഒറ്റ പരാമർശം കൊണ്ട് അപമാനിച്ചിരിക്കുകയാണ് എന്ന് പറയാം. കാരണം നമ്മൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്ന്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെന്ന്, ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെന്ന്, അതല്ല എങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് കടന്നു ചെന്ന്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലേക്ക് കടന്നു ചെന്ന് ഈ ഒരു പരാമർശം അവിടെ പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു പ്രതികരണം, പ്രതിഫലനം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യക്കാർ എന്നുള്ള ഒരു എത്തനിസിറ്റി ഉണ്ട്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി, അതാണ് നമ്മുടെ എത്തനിസിറ്റി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ഈ ബൗണ്ടറിയുടെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഇന്ത്യക്കാർ എന്ന് തിരിച്ചറിയപ്പെടുന്നതിന് പകരം അതിലുള്ള ആൾക്കാരെ പല പല പ്രദേശവുമായി ചേർന്നിട്ടുള്ള എന്തോ സങ്കര ഇനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന ശ്രീ സാം പിട്രോഡയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാവരും ആഫ്രിക്കക്കാരാണ് എന്നും, മറ്റൊരു ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാവരും വെള്ളക്കാരാണ് എന്നും, ഇനിയൊരു വിഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാം ചൈനക്കാരാണെന്നും, നാലാമതൊരു വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും അറബികളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് അതിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് കോൺഗ്രസിന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അതിൽ ശ്രീ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണം ഉണ്ടാകുന്നത്. അതേ തുടർന്ന് സാം പിട്രോഡ അദ്ദേഹത്തിന്റെ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുന്നു. ആ രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടാവാം രാജിവെക്കുന്നത് എന്നും കോൺഗ്രസ് അതിനെ തള്ളിപ്പറഞ്ഞു എന്ന നിലയ്ക്ക് നമുക്കത് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടല്ല എന്ന രീതിയിലേക്ക് ധരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് കോൺഗ്രസിന്റെ ദേശീയ നേതാവും അവരുടെ ലോക്സഭയിലെ നേതാവുമായിട്ടുള്ള ശ്രീ അധീർ രഞ്ജൻ ചൗധരിയോട് ഒരു മാധ്യമം ഇന്ന് ചോദിച്ചപ്പോൾ, അതും ഒരു വീഡിയോ ഇന്റർവ്യൂ ആണ്, അദ്ദേഹം അതിൽ സാം പിട്രോഡയുടെ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 4 വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അപ്പുറത്തേക്ക് മറ്റു ചില പരാമർശങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ പ്രോട്ടോ ഓസ്ട്രേലിയൻസ് ആണ് എന്ന രീതിയിൽ പറയുന്നു. പ്രോട്ടോ ഓസ്ട്രേലിയൻസിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വളരെ അപകീർത്തികരമായിട്ടുള്ള സാധാരണ രീതിയിൽ ഒരു എൻ വേർഡ് എന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന നെഗ്രിറ്റകൾ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. മംഗോളിയൻസ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം വരുന്നു. അപ്പോ സാം പിട്രോഡ എന്താണോ പറഞ്ഞത്, എന്തിന്റെ പേരിലാണോ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി വിമർശിച്ചത്, എന്തിന്റെ പേരിലാണോ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെക്കേണ്ടത്, ആ കാര്യത്തിനെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പ്രോട്ടോ ഓസ്ട്രേലിയൻസ്, നെഗ്രിറ്റകൾ അല്ലെങ്കിൽ മംഗോളിയൻസ്, പിന്നീട് വെള്ളക്കാർ, കറുത്തവർ തുടങ്ങിയ കുറേയധികം പരാമർശങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ശ്രീ അധീർ രഞ്ജൻ ചൗധരി അതിനെ വളരെ ട്രിവിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇതിൽ തന്നെ ഈ നെഗ്രിട്ട എന്നൊക്കെ പറയുന്ന പദം നമ്മുടെ നാട്ടിൽ അത് എത്രത്തോളം ആൾക്കാർക്ക് പരിചിതമാണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷേ ഈ നീഗ്രോ എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശമായിട്ടും വംശീയമായിട്ടുള്ള ഒരു പരാമർശവുമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെഗ്രിറ്റോ, നെഗ്രിറ്റ, നീഗ്രോ എന്നൊക്കെ പറയുന്ന വാക്കുകളെയാണ് എൻ ടൈപ്പ് വേർഡ്സ് എന്ന രീതിയിലത്തേക്ക് പറയുക.